31,431 വോട്ടുകൾക്ക് ഇപ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ. തൃശ്ശൂരിൽ 30,284 ബിജെപിയുടെ ലീഡ്. 30,284 നല്ല ലീഡല്ലേ? എന്തായാലും ഓക്കെ. എന്തായാലും NDA സ്ഥാനാർത്ഥികൾ 2 പേർ മുന്നിട്ട് നിൽക്കുന്നു എന്ന ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിൽ NDA 2 സീറ്റുകളിൽ ഈ ലീഡിൽ കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യ സംഭവമാണ്. എന്താ പറയാ, ചില സമയത്തൊക്കെ ഇംഗ്ലീഷ് രക്ഷയില്ല. നരേന്ദ്രപ്രസാദ് പണ്ടൊരു സിനിമയിൽ പറഞ്ഞു, ഉള്ളിൽ ശോഭം കിടന്ന് തിളയ്ക്കുമ്പോ പറയാൻ പറ്റിയ ഭാഷ ഇംഗ്ലീഷ്. അംബാനെ നമ്മുടെ സുഹൃത്ത് ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠൻ 25,345 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ദേശീയ തലത്തിൽ ടാലി ഒരിക്കൽ കൂടി ആഷ്മി ഇന്ത്യ 239 അപ്പൊ 239. ഇപ്പോൾ എല്ലാം കഴിച്ചായിരുന്നു. എല്ലാം കഴിച്ചോ? ഇവിടെ തീരുമാനിപ്പാവും. അവിടെ മലമടക്കുകളിലെ ആ ഡീല് ലീഡ് കുര്യാക്കോസ് 60,600 ഒരു നിവർത്തിയില്ലാത്ത ഭൂരിപക്ഷം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 20,285 വോട്ടായി ലീഡ് ഉയർത്തിയിട്ടുണ്ട്. ഷാഫി കണ്ണൂരിലെ UDFന്റെ ലീഡ് 22,871 ആയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMK 38, AIDMK 1 എന്ന് പറഞ്ഞാൽ DMKയുടെ പൊന്നാനി UDF ലീഡ് ഉയർത്തുന്നു 58,500. ഒരു കാര്യം അറിയിക്കുന്നു, കൊല്ലത്ത് UDF ആഘോഷം തുടങ്ങിയെന്ന്, ബാക്കി വെക്കുന്നില്ല, ലഡുവൊക്കെ കൊടുത്തു തുടങ്ങിയെന്ന്. ഓക്കെ. എറണാകുളത്ത് UDF കുറെ നേരമായി ലീഡ് ചെയ്യുന്നു. വടകരയിൽ ഷാബി പറമ്പന്റെ ലീഡ് 27,031. KK ശൈലജ ടീച്ചർ പിന്നിലാണ്. അവിടെ 27,031 വോട്ടുകൾക്ക് പിന്നിലാണ്. ആലത്തൂരിൽ ഷാഫിയും ശൈലജയും കട്ടക്ക് ഏറ്റുമുട്ടിയ അതിന്റെ ഇത് CPM ഓഫീസാണോ? ഇത് കണ്ണൂരിൽ ME ജയരാജൻ 22,871 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വാർത്ത വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കക്ഷി നില കേരളത്തിൽ 17 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. LDF ഒരു സ്ഥാനത്തും NDF 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ചരിത്രം എഴുതിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും മുന്നിട്ട് നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് കനത്തതായി തുടരുന്നു അല്ലേ? അതെ, ഒരു ത്രികോണ മത്സരം കൊടുങ്കാറ്റാണത്. കൊടുങ്കാറ്റ് തന്നെയാണ്. പക്ഷേ ആലത്തൂരിൽ അടിക്കുന്ന മന്ദമാരുതൻ, ആലത്തൂരിൽ ചെറിയൊരു മന്ദമാരുതനാണ് ഇപ്പോൾ. ആലത്തൂരിലെ കൊടുങ്കാറ്റ് പറയാനായിട്ടില്ല, മന്ദമാരുതനും അല്ല, എന്നാൽ പോലും കൊടുങ്കാറ്റല്ല, ഒരു ആശ്വാസം. ഇത് ഈ 17-1-2 എന്ന് പറയുന്നത് CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതാവില്ലെന്ന് നേതൃനിരയിലുള്ള പല ആളുകളുടെയും ബാർഗെയിനിങ് കപ്പാസിറ്റി തകർന്നില്ലാതാവും. ഈ ഇലക്ഷന് നേതൃത്വം കൊടുത്ത പല ആളുകളും പാർട്ടി കമ്മിറ്റികളിൽ മറുപടി പറയേണ്ടി വരും. ഇതാണ് സ്ഥിതിയെങ്കിൽ വിമർശന വിധേയരാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നില മെച്ചപ്പെട്ടാലോ. ഡയലോഗ് അടിച്ചു പ്രശ്നമായാലോ. 11 മണിക്ക് വരുന്ന സൂചനയാണ് ഇത്. 11 മണിക്ക് വരുന്ന സൂചന ചെറിയ സൂചനയല്ല. 8 മണിക്ക് 10:55 മിനിറ്റും 24 സെക്കൻഡും കേരളത്തിൽ LDF ആലത്തൂർ എന്ന ഒറ്റ മണ്ഡലത്തിൽ മാത്രമായി ചുരുങ്ങുന്നു എന്ന ദുഃഖകരമായ ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. NDA 2 സ്ഥലത്ത്, തിരുവനന്തപുരത്തും തൃശ്ശൂരിലും, അതേപോലെ 17 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥി. അതിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമൊന്നും ഒരു രക്ഷയുമില്ല. 1,12,365 മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ റായ്ബർ ിലും അതേപോലെ വയനാട്ടിലും അദ്ദേഹം വിജയിച്ച് കയറുന്നതായിട്ട് വേണം സൂചന. വയനാട്ടിലെ മാധുര്യം എന്തെന്ന് ഇപ്പോഴറിയാം അല്ലെ? ഷാഫിക്ക് ലീഡ് കുറയുന്നു. വടകരയിൽ ഷാഫിക്ക് ലീഡ് കുറയുന്നുണ്ട്. ഷാഫിക്ക് ലീഡ് കുറയുന്നുണ്ട്. എന്താണ് സംഭവം അറിയില്ല. അത് ട്രെൻഡ് നേരെ മാറുകയാണെന്ന് അറിയില്ല. ഒഡീഷയിൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അവിടെ കാന്തബഞ്ചിയിൽ പിന്നിലാണ് എന്ന് പറയുന്നു. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ 36 സീറ്റുകളിൽ മുന്നിൽ. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ 36 സീറ്റുകൾ മുന്നിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യം അവിടെ അഖിലേഷ് യാദവിന്, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം വെറുമൊരു തമാശ ജനക്കൂട്ടമല്ല, അത് വോട്ടായി വന്ന ജനക്കൂട്ടമാണ്. അവിടെ സഖ്യം നന്നായി വർക്കൗട്ടായി എന്നതിന് സൂചനയാണ്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ 36 സീറ്റിൽ മുന്നിൽ. മുഖ്യമന്ത്രി നവീൻ പട്നായിക് അവിടെ ഒഡീഷയിൽ കാന്തബഞ്ചിയിൽ പിന്നിൽ. വിജയത്തിനരികെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് 32,000 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് ഒരു ത്രികോണ മത്സരത്തിൽ ഈ സമയത്തുണ്ടാകുന്ന ഭൂരിപക്ഷം
അതിനി മറികടക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷമാണെന്ന് കരുതാവതല്ല. ഏതാണ്ട് വിജയം ഉറപ്പിച്ചു. തൃശ്ശൂർ എടുത്തു സുരേഷ് ഗോപി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. തിരുവനന്തപുരത്ത് പക്ഷേ ഇപ്പോഴും അങ്ങനെ ഏറിയും കുറഞ്ഞും ലീഡ് തന്നെ തുടരുന്നു. 280 NDA, ഇന്ത്യ സഖ്യം 239. സ്കാൻ 280. 280. ഇന്ത്യ സഖ്യം 239. സോറി 239. അപ്പൊ 239. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് മിസ്റ്റർ വിജയകുമാർ. ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ഫോർഗിവൺ. ഓക്കെ, നന്നായി. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ഭൂരിപക്ഷം 290ലേക്ക് അവര് ലീഡ് നില ഉയരുന്നു. 229ലേക്ക് താഴ്ന്നു ഇന്ത്യ സഖ്യം. 290ലേക്ക് 32,212 വോട്ടിന്റെ ലീഡ് നില. തൃശ്ശൂരിൽ NDAയുടെ മുന്നേറ്റം യഥാർത്ഥത്തിൽ ചരിത്രം കീഴ്മേൽ മറിയുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അല്ലേ? ഇടുക്കിയിൽ ഡീനിന്റെ ലീഡ് കറക്റ്റ് ആണല്ലോ. ഡീനിന്റെ ലീഡ് 60,063. ഓക്കെ, ബാരാമുള്ളയിലെ ഒമർ അബ്ദുള്ള പിന്നിലാണ്. കെ സുധാകരൻ ചിരിക്കുന്ന ചിരിയണ്ടില്ലേ? 22,871 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.